ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ നമ്മുടെ സോഹയാണ് എൻ്റെ കൂടെ ഉള്ളത്, അല്ലേ സോഹ? യെസ്. അപ്പോൾ ഇന്ന് സോഹ ചെയ്യുന്ന കുറേ അത്ഭുതകരമായ കാര്യങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്, അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. സോഹ ഈ കാര്യമൊക്കെ ചെയ്യുമ്പോഴേ അത്ര സീരിയസ് ആക്കിയിട്ട് ഞാനങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ മിഞ്ഞാന്ന് ഒരു ദിവസം രാവിലെ സ്കൂളിൽ പോകുമ്പോൾ സോഹ എന്ത് ചെയ്തു, സോഹ ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പോവാണ്. കാരണം സോഹ ഓരോ ദിവസവും ഇത് ഉണ്ടാക്കി ഫ്രണ്ട്സിന് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാണെങ്കിൽ ഈ ഇത് ഉണ്ടാക്കുന്ന ഐറ്റം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തീർന്നും പോകുന്നുണ്ട്. ഞാൻ വിചാരിക്കേണ്ടത് എന്ത് ചെയ്യാണ് ഈ സോഹ. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് സോഹ ഡെയിലി സ്കൂളിൽ പോകുമ്പോൾ ഉണ്ടാക്കി ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ചെറിയ കുട്ടികൾക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെടും ഈ ഒരു ഐറ്റം. അപ്പോൾ ഇന്ന് അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോഹ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ സോഹയുടെ രീതിയിൽ പറയും കേട്ടോ, അല്ല സോഹ? എന്താണ് സോഹ ഉണ്ടാക്കാൻ പോണേ, അല്ലെങ്കിൽ എന്ത് ഐറ്റമാണ്, ഏത് ഐറ്റമാണ്? ജസ്റ്റ് ഒന്ന് കാണിച്ചേ, കയ്യിലെടുത്തിട്ട്. ആളിപ്പോൾ എടുത്ത് കാണിക്കും കേട്ടോ. ഇതുപോലെയുള്ള ഐറ്റംസ് ആണ് സോഹ ഉണ്ടാക്കുന്നത്. ഇതെന്താണ്? എന്താ? ബബിൾ ടീ. യെസ്. ഇതോ? ഡോള്. ഇത്? യെസ്. നോക്കിയ ഹെയർ ഒക്കെ നല്ല സെറ്റ് ചെയ്തിട്ടാണ് സോഹ ഇത് ഉണ്ടാക്കുന്നത്. ശരിക്കും എല്ലാവരെ കൊണ്ട് പറ്റില്ല കേട്ടോ. അതുപോലെ ഇത് ടേബിൾ, അല്ലേ? ടേബിൾ. ഇത് ചെയർ. നമ്മുടെ മക്കൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യട്ടെ. മുട്ട. മുട്ടയാണോ മൂട്ടയാണോ? മുട്ട. എഗ്. എഗ് അല്ലേ? നോ നോ, യൂണിക്കോൺ. ഓക്കെ ഓക്കെ. ഇതെന്താണ്? ബോബ ടീ യു മീൻ? യെസ് യെസ്. ഇതോ? ഓക്കെ, യു ക്യാൻ. എനിക്ക് തോന്നുന്നു എനിക്ക് ഇംഗ്ലീഷ് ഓക്കെ ആണെങ്കിൽ അത് തന്നെ സംസാരിച്ചു. മലയാളം ബെറ്റർ അല്ലെങ്കിൽ. ഓക്കെ, നിനക്ക് ഏതാണ് കംഫർട്ടബിൾ ആ ഒരു ഭാഷ നീ ചൂസ് ചെയ്യുക. ഇത് ഐസ്ക്രീം, ഐ ആം റൈറ്റ്? കാരമൽ ഐസ്ക്രീം. ഓക്കെ, ഇതെല്ലാം സോഹ ഉണ്ടാക്കിയ തിങ്സ് ആണ്. ഇതോ? അടുത്ത് കാണിച്ച ക്യാമറ അടുത്ത് കാണിക്കുക. അതെന്താണ്? കേക്ക്. ഇത് ബാസ്കറ്റ്. ഇതൊക്കെ സോഹയുടെ ക്രിയേറ്റിവിറ്റിയാണ്. ആൾ ഒറ്റയ്ക്ക് തന്നെ ഇതൊക്കെ ചെയ്തു കേട്ടോ. പക്ഷെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. ഇതെന്താ? എന്ത് ബോട്ടിലാ ഇത്? ഇതെന്താണ് സോഹ? ജസ്റ്റ് വെയിറ്റ്, ഇത് കുഞ്ഞു ബോട്ടിൽ അല്ലേ? ഇതെന്ത് ബോട്ടിലാ? സോഡ ബോട്ടിൽ. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തിങ്സ് ആണ് സോഹ ഉണ്ടാക്കിയത്. കണ്ടു കഴിഞ്ഞാൽ ഐസ്ക്രീം കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ, അതെ ഒറിജിനലിലെ അതേപോലെ നമുക്ക് തോന്നും. ഇപ്പൊ ഇതാ കുഞ്ഞ് ഷെസീന് വേണ്ടിയിട്ടുണ്ട്. ഷെസീന് പറയുന്നുണ്ട് ഷെസീനും വീഡിയോയിൽ വരണം. ഈ തിങ്സ് ഒക്കെ കാണുമ്പോൾ ആൾക്ക് ഇതിനൊക്കെ അങ്ങ് എടുത്ത് വലിച്ചെറിയാനൊക്കെ തോന്നുന്നുണ്ടാവും. അതായിരിക്കും അല്ലേ? എന്താ ചിന്തിക്കുന്നത്? ഓക്കെ, അപ്പോൾ മോൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ആളങ്ങ് ഡീൽ ചെയ്തോളും. വെയിറ്റ്. അപ്പം നമ്മൾ നേരെ ഇനി ഉണ്ടാക്കുന്ന ഐറ്റം നിങ്ങളെ കാണിക്കാൻ പോവാണ്. ആ ഐറ്റംസ് ഒക്കെ ഒന്ന് ജസ്റ്റ് കയ്യിലെടുത്തേ കുറച്ച്. യെസ്. ഇതെന്താണ്? ക്ലേ. ഏത് ടൈപ്പ് ക്ലേ ആണ് ഇത്? സൂപ്പർ ക്ലേ. നോ, ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ? കുറച്ച് വലിയ സൗണ്ടിൽ പറയൂ. ബൗൺസി ക്ലേ. ഐ ആം റൈറ്റ്? ഓക്കെ, ബൗൺസി ക്ലേ എന്നാണ് സോഹ ഇതിനെ പറഞ്ഞത്. ഇത് നമ്മൾ പൊതുവേ ക്ലേ വാങ്ങാറുണ്ട്, ഇഷ്ടം പോലെ ക്ലേ വാങ്ങാറുണ്ട്. പക്ഷെ അതിലൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല ചെയ്യുക, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട്. പക്ഷെ ഇതിലാണെങ്കിൽ നമുക്ക് ഞാൻ പോലെ കീ ചെയിൻസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യാം. പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. എനിക്കിങ്ങനെ ചെരിഞ്ഞ് നിൽക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ, നമ്മുടെ ലാലേട്ടനെ പോലെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഹയുടെ ഹൈറ്റിനനുസരിച്ച് എനിക്ക് നിൽക്കണം. അല്ലെങ്കിൽ അപ്പം ഞാനിത് ഇങ്ങനെയും അതുപോലെ ഇങ്ങനെയൊക്കെ ആക്കി നിൽക്കേണ്ടി വരുന്നുണ്ട്. സ്ട്രൈറ്റ് എന്ന് കഴിഞ്ഞാൽ കറക്റ്റ് തന്നെ കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? യെസ്. അപ്പോൾ സോഹ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. പിന്നെ അതുകൂടാതെ ഇനി ഇൻഷാ അല്ലാ സോഹയുടെ ചാനലുണ്ട്, യുണീക്ക് സോഹ എന്നല്ലേ പേര് ചാനലിൻ്റെ. യുണീക്ക് സോഹ എന്നാണ് ചാനലിൻ്റെ പേര്. ജലദോഷമുണ്ട്. അപ്പം നമ്മുടെ ഈ ഐറ്റം
യെസ്, ഇനി മുതൽ ഇൻഷാല്ല സോഹയുടെ ചാനൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോഹയുടെ ചാനൽ യുണീക്ക് സോഹ. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. യുണീക്ക് _ സോഹ. അതെല്ലാം സോഹ എന്നിട്ട് പേരാണ്. അപ്പോൾ സോഹനോട് എപ്പോഴും ഞാൻ പറയും അങ്ങനെയൊക്കെയുള്ള പേരൊന്നും ഇടരുത്. പക്ഷെ സോഹയ്ക്കാണെങ്കിൽ ഇങ്ങനെയുള്ള പേരുകളാണ്. സോഹയുടെ ഇഷ്ടം അതാണ് സോഹയുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. എല്ലാവരും സോഹയുടെ ചാനൽ ചോഹ എന്നൊക്കെ വരുന്നത് കേട്ടോ. സോഹയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അല്ലേ? എന്താ ഒന്നും മിണ്ടാതെ മിണ്ടിക്കാ? എന്ത് മിണ്ടാനും അതാ. അപ്പോൾ സോഹ ഫുൾ സംസാരിക്കുന്നത് നമ്മുടെ മലയാളം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ഞങ്ങളുടെ കാസർഗോഡ് സ്ലാങ് ആണ് സോഹ കൂടുതലും സംസാരിക്കുക. ഇംഗ്ലീഷ് ആണെങ്കിൽ നല്ല പച്ചവെള്ളം പോലെ ആൾ സംസാരിക്കും. പക്ഷെ മലയാളം എല്ലാവർക്കും മനസ്സിലാവൂ എന്നുള്ളൊരു സംശയമുണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ മിണ്ടാതിരിക്കുന്നത്. പക്ഷെ മിണ്ടിക്കോളാം, കുഴപ്പമൊന്നുമില്ല, അവർക്ക് മനസ്സിലായിക്കോളും. പിന്നെ നീ ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ആർക്കായെങ്കിലും അറിയുണ്ടാവില്ല എന്ന് വെച്ചിട്ടാണ് ആള് അങ്ങനെ കൂടുതൽ സംസാരിക്കാത്തത് എന്നാണ് ആൾ ഉദ്ദേശിച്ചത്. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ സോഹ ഉണ്ടാക്കിയോ, ഞാൻ ബാക്ക് ക്യാമറ വെച്ചിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ? സോഹ അപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് പറഞ്ഞോ. കുറച്ച് വലിയ സൗണ്ടിൽ പറഞ്ഞോ. Today we're going to be making a little dog. Okay. Which is a panda. Okay. Panda, you mean? Yes. അപ്പോൾ സോഹ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞു പാൻഡയാണ്. സോഹയുടേതായ രീതിയിൽ സോഹ പറഞ്ഞോളൂ. ബട്ട് വോയിസ് ലിറ്റിൽ ഹൈ. Take a piece of clay. Okay. Then you roll it into a ball. Like this. Place it wherever you're putting it down. Okay. Yes. Okay, done. And you'll take the second piece of clay. Voice is not clear. You take a second piece of clay and roll it again. Okay. Roll then it. You will take the pointing and then roll it up. It can be like an egg. Egg. Like that egg, you mean? Yeah, she said that one is like that egg. ഒരു മുട്ടയുടെ ഷേപ്പ് അല്ലേ? മുട്ടയുടെ ഷേപ്പ് കുറച്ച് അടുത്ത് കാണിച്ചേ. Yes, good. Like oval shape, am I right? Yeah. Oval shapeലാണ്. Make it a little flat. Like this. Then you stick it under of the circle. We need to stick. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കുന്ന രീതിയിൽ അങ്ങ് വെച്ച് കൊടുക്കണം എന്നാണ് സോഹ പറയുന്നത്. Clay can stick together. You don't need glue. ഓക്കെ. ഗ്ലൂവിൻ്റെ ആവശ്യമില്ല. അത് രണ്ടും കൂടി ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന രീതിയിലാക്കി മാറ്റണം. ഗ്ലൂ വേണ്ട, ഡയറക്റ്റ് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. ഐ എം റൈറ്റ്? Yes. Okay. And you keep it where you placed it. No, just that one is you can keep it near with you. Okay. Near with you. Yes. And you take a small piece of clay. Then you take a small ball. Okay. And make it into 2 pieces. Make sure the heights are same. ഓക്കെ, 2 പീസ് കുഞ്ഞു പീസ് ക്ലേ എടുത്തിട്ട് ബോൾസ് ആണോ? യെസ്, രണ്ടെണ്ണം എടുത്തിട്ട് യാ ബോത്ത് ഹൈറ്റ്സ് ആർ സെയിം. ഷീ സെഡ് ലൈക്ക് ദാറ്റ്. അതിൻ്റെ നീളം എല്ലാം ഒരുപോലെ ആയിരിക്കണം. അങ്ങനെ 2 പീസ് ക്ലേ എടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? Stick it to the legs you mean? അത് ഇതിൻ്റെ കാലായിട്ട് നമുക്ക് കണക്ക് കൂട്ടാം എന്നുള്ളതാണ് ആൾ പറയുന്നത്. 2 കാല്. Can you show me camera? Yes, just wait, I will zoom. Yeah. Yes, correct. Okay, done. Okay, then you take the piece that you took before. Okay. Then you take Again? another 2 pieces. Yes. She takes another. Already ആൾ 2 പീസും കൂടി again എടുത്തിട്ടുണ്ട്. And you make it flat.
Flat, you mean? Yeah, that one. Just on a flat measurement, not round. Flat one. Can you show me? Down, down. Yes, yes. Yeah. Wait. യെസ് ഫ്ലാറ്റ് സൈസിലാണ് ആൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് മെഷർമെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്കിത് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാം എന്നുള്ളത് കൂടിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ട്രൈ ചെയ്യണമെന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. യാ ഓക്കെ. എനിക്കും ട്രൈ ചെയ്യണമെന്നുണ്ട്, പക്ഷെ സമയമില്ല. പിന്നെ ഇതും ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോവും. അതുകൊണ്ടാണ്. എവിടെയാ സ്റ്റിക്ക് ചെയ്യേണ്ടത്? യെസ്, ഹെഡിലാണോ? ടോപ്പ് സൈഡ്, ഹെഡ്, ആ ഒരു ഭാഗത്താണ് ഇത് സ്റ്റിക്ക് ചെയ്യേണ്ടത്. കുട്ടികൾ മൊബൈലൊക്കെ നോക്കി അതുപോലെ ടാബൊക്കെ നോക്കി ടൈം വേസ്റ്റ് ചെയ്യാതെ ഇതുപോലെയുള്ള കാര്യങ്ങളിലങ്ങ് ഇറങ്ങുക. ഇപ്പോൾ സോഹയാണെങ്കിൽ അങ്ങനെ നോക്കില്ല കേട്ടോ. മുമ്പൊക്കെ ടാബ് കൂടുതലും നോക്കുമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങ് ആൾ ചെയ്യും. ഞാൻ എന്തെങ്കിലും ചെയ്യും. അതൊക്കെ കണ്ടിട്ടായിരിക്കാം സോഹയ്ക്ക് ഇതൊരു മോട്ടിവേഷൻ ആയതെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? സത്യം പറയാലോ, ഒരു ഗ്ലൂ സ്റ്റിക്ക് ആണെങ്കിൽ എന്താണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് തീർന്നിരിക്കും. അത്രയും നല്ല കുട്ടിയാണ് സോഹ. സോഹ അതെടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. നമ്മുടെ ആവശ്യത്തിന് ഗ്ലൂ സ്റ്റിക്ക് തപ്പി നോക്കിയാൽ കിട്ടൂല. എല്ലാം സോഹ യൂസ് ചെയ്തിരിക്കും. അതുപോലെ കുട്ടികൾക്ക് ഫ്രണ്ട്സിനൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി ഡെയിലി കൊണ്ടുപോവുകയും ചെയ്യും. ഇത് തന്നെയാണ് പണി. വാവ്, അടിപൊളി അല്ലേ? അടിപൊളിയാണ് കേട്ടോ. ഇനി എന്താ? വിച്ച് കളർ? ദ സെയിം കളർ യു മീൻ? യാ. അപ്പോൾ ഹാൻഡ്സ്. ഓക്കെ. അപ്പോൾ 2 കൈകൾക്ക് വേണ്ടിയിട്ട് 2 അല്ലേ? പിന്നെ അതിന് സെപ്പറേറ്റ് പീസസ് ആൾ എടുക്കുന്നുണ്ട്. യെസ്. വിച്ച് ഷേപ്പ്? റോൾ ഇറ്റ്. ഓവൽ? നോ, വോം. ഓക്കെ, ആ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത്. നമ്മൾ ഇത് ഹാൻഡിന് വേണ്ടിയിട്ട് അല്ലേ? ലെഗായി. പിന്നെന്തായത്? ഹാൻഡ്. Back side or front side? Wow, amazing, mashallah. Okay, good. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മക്കൾക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഉണ്ടാക്കി കാണിച്ചു കഴിഞ്ഞാൽ ഒന്ന് പോയെന്നും പറഞ്ഞ് അങ്ങ് ഇൻസൾട്ട് ചെയ്യുന്ന പാരൻസൊക്കെ ഉണ്ട് കേട്ടോ. പൊതുവേ ഉപ്പമാരാണ്, അവർക്ക് പിന്നെ ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഉമ്മമാർ പറ്റുവാണെങ്കിൽ മക്കളെ ഇതുപോലെ അങ്ങ് സപ്പോർട്ട് ചെയ്യുക. അവരെന്ത് കാര്യം ചെയ്യുവാണെങ്കിൽ നമ്മളങ്ങ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവർക്ക് അതിനോട് അങ്ങ് ഇൻട്രസ്റ്റ് വരും. അല്ലാതെ ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നു, എനിക്കൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്കതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഭയങ്കര വിഷമമായിരിക്കും. ഞാൻ എന്ത് ചെയ്തിട്ടും എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ. നമ്മൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരിതിലങ്ങ് വെച്ച് പിടിച്ചോളും. അവർക്കുള്ളൊരു ഇതാണ്, മോട്ടിവേഷനാണ് നമ്മൾ. ഓക്കെ, വാവ്, മാഷാഅല്ലാ, ഗുഡ്. ഇനി കാണിച്ചോളൂ ബാക്കിയുള്ള കാര്യങ്ങൾ. ഇനി എന്തൊക്കെ ചെയ്യണം? കണ്ണ്, ഫേസ്, ഐസ്, നോസ്. ആം റൈറ്റ്? നോസ്. ഇയേഴ്സ് ഓൾറെഡി ഡൺ. ആം റൈറ്റ്? ഓക്കെ. ഇനി മൂക്ക്, കണ്ണ്, ഇതൊക്കെ ചെയ്യാനുണ്ട്. ചെയ്തോളൂ വേഗം. ഇനി സോഹ അത് പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ചെയ്തോ. യു നീഡ് പെയിൻറ്റിങ്? ഓക്കെ, ഞാൻ എടുത്തിട്ട് വരാം. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തോ. ഞാൻ പെയിൻറ്റ് എടുത്തിട്ട് വരാം. ഏത് പെയിൻ്റാണ്? ചെറിയ പീസ് അതാണോ? ഓക്കെ. ബ്രഷ് ഓൾസോ ഇസ് ദേർ? No, there is no brush? No need. Okay, no need brush. Okay, wait. Because I can use this. Okay. Next one. We're going to make paint white shelf. Top. ഇതല്ലേ? യെസ്, വേഗം ചെയ്തു കേട്ടോ. വീഡിയോ ലെങ്ത് കൂടും. പിന്നെ ഒരു ഐറ്റമാണ് ഇത് സോഹ ഉണ്ടാക്കിയത്. കണ്ടല്ലോ, ഇതെന്താ സോഹ ഇതിനെ പറയാ? House with snow in a gingerbread man and a Christmas tree with a snowman and presents. യെസ്, വെരി ഗുഡ്, നൈസ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് പെയിൻ്റ് എടുക്കാൻ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ. ഇത് സോഹ ഉണ്ടാക്കിയതാണ്. സ്നോമാൻ എല്ലാം ഇതിനകത്ത് ഉണ്ട് കേട്ടോ.
അവിടെ വെച്ചോ സോഹ. Okay. ടിഷ്യൂ വേണോ? Yeah. ഓക്കെ. Tissue. അപ്പൊ സോഹയുടെ ചാനൽ എല്ലാവരും ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു വീഡിയോയും കൂടി ഇൻഷാല്ല ഞാൻ സോഹയുടെ ചാനലും കൂടി ഇടാം കേട്ടോ, അല്ലേ സോഹ? പിന്നെ സോഹയാണെങ്കിൽ സ്കേറ്റിങ്ങിൽ എക്സ്പേർട്ടാണ്. അപ്പോൾ സോഹയുടെ സ്കേറ്റിംഗ് എക്സ്പീരിയൻസ്, സോഹയുടെ സ്കേറ്റിംഗ് ക്ലാസ്സസ് ഇതെല്ലാം സോഹ അതിനകത്ത് അപ്ലോഡ് ചെയ്യും. സോഹ പഠിപ്പിച്ചു തരും എങ്ങനെയാണ് നിങ്ങൾ സ്കേറ്റ് ചെയ്യുന്നത്. How to move on roller. യെസ്. It also works for roller skates. ഓക്കെ. ചില സമയത്ത് ഞാനും മിണ്ടാതിരിക്കും കേട്ടോ. ഇംഗ്ലീഷ് ചില സമയത്ത് എനിക്കൊന്നും മനസ്സിലാവില്ല, കാരണം ആൾ കുറച്ച് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും. അപ്പോൾ എനിക്ക് അതിന് റിപ്ലൈ കൊടുക്കാൻ പറ്റാറില്ല. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യൂട്ടാ. അപ്പോൾ ഇതാ സോഹ അതിന് കണ്ണുണ്ടാക്കാൻ പോവാണ്. കണ്ണല്ലേ? ചെവി. ഓക്കെ. പെയിൻറ്, ഇത് ആൾ പെയിൻറ് ചെയ്യാണ് കേട്ടോ. ഇപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും നല്ല രീതിയിൽ അത് ഡ്രൈ ആയിട്ട്, അല്ലേ? യെസ്. ഇത് എയർ ഡ്രൈ ക്ലേ ആണ്. ഹായ് ഷസീൻ. കുറച്ച് സ്പീഡാക്കിക്കോ കേട്ടോ, വീഡിയോ ലെങ്ത് കൂടും, അതുകൊണ്ടാണ്. യെസ്. നോക്കട്ടെ, കണ്ടല്ലോ? ഇങ്ങനെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സോഹയ്ക്ക് ഒരു വർക്ക്ഷോപ്പൊക്കെ ചെയ്യാനുള്ള ഐഡിയാസ് ഉണ്ട്, അല്ലേ സോഹ? ആർട്ട് വർക്ക്ഷോപ്പ് ചെയ്യാം സോഹയ്ക്ക് പറ്റുവാണെങ്കിൽ. I'm right? I want to be a sculptor. You want to be an artist? Artist different, sculptor different. Okay. ഇവിടെ ചെറിയ കുട്ടിയാണെങ്കിൽ മോന് ആൾ എണീറ്റിട്ട് എന്നോട് പറയുന്നുണ്ട് പോവാന്നൊക്കെ. നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾ പറയുന്നത് നേരെ പുറത്തു പോകാമെന്നാണ്. കുറച്ച് സ്പീഡാക്കി കൂടാ. ഓക്കെ, ഡൺ? Not done? Okay. അതിന് ടൂൾസ് ഉണ്ട് അല്ലേ? There is a tools? Yes. അത് ക്ലേയുടെ കൂടെ കിട്ടിയാണോ? ഓക്കെ, ആ ക്ലേയുടെ കൂടെ തന്നെ. വെയിറ്റ്. അവിടെ ചെറുത് ചിരിക്കുന്നുണ്ട്, അല്ല വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ട് മോന് ചിരിക്കുന്നുണ്ട്. നമ്മളില്ലെങ്കിൽ അവർക്ക് പറ്റൂല കേട്ടോ. ഫുൾ ടൈം നമ്മളിങ്ങനെ എടുത്തുകൊണ്ട് കളിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഇനി ഏത് കളറാണ് യൂസ് ചെയ്യുന്നത്? കഴിഞ്ഞോ? And for the toes, the paws. ഡ്രസ്സിനാക്കല്ലേ? സ്ലോലി. Too tight. ഞാൻ സോഹനോട് പറയും അവളുടെ ചാനലിനകത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളിടുക. ആൾ കുറച്ച് വീഡിയോ ഇട്ടു, ഷോർട്ട് വീഡിയോ ഒക്കെയാണ്. പിന്നെ ആൾക്ക് മടുത്തു. ആൾ പറയും എനിക്ക് സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. അപ്പോൾ ഞാൻ പറയും ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. സബ്സ്ക്രൈബേഴ്സ് വരുന്നതോ പോകുന്നതോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എനിക്കാണെങ്കിൽ പിന്നെ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷേ എങ്കിലും അതൊക്കെ നമ്മൾ വീഡിയോ ഇട്ട് ഉണ്ടാക്കിയതാണ്. അല്ലാതെ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഇല്ല, വ്യൂസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാതിരിക്കില്ല. ഞാൻ ഇനി എന്ത് വന്നാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും. കാരണം അതെൻ്റെ ഒരു ലൈഫിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വീഡിയോ ഇട്ടില്ലെങ്കിലാണ് ഭയങ്കര ഫീലിംഗ്. വ്യൂസ് ഉണ്ടോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. ഞാൻ വീഡിയോ ഇടും, നമുക്ക് കുറേ വർഷം കഴിഞ്ഞാൽ അത് കാണാമല്ലോ എന്നുള്ള രീതിയിലാണ്. പിന്നെ അപ്പോൾ അതുപോലെ നിങ്ങൾ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി സോഹ അതിലൊക്കെ ജസ്റ്റ്
പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. ശരിക്കും നമുക്കിതൊന്നും പഠിക്കാതെ ചെയ്യാൻ പറ്റില്ല. അടുത്ത് കൊണ്ടുവരൂ. അപ്പോൾ ഇതാ അങ്ങനെ അവസാനം മാഷാ അല്ലാ നമ്മുടെ സോഹയുടെ ഐറ്റം ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ. അപ്പോൾ ഇതൊന്നും ആർക്കും പഠിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കൊച്ചു കുട്ടികൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളതിന് സപ്പോർട്ട് കൊടുക്കണം. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതുപോലെ നിങ്ങളുടെ മക്കളും ചെയ്യുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് കൊടുക്കുക. പിന്നെ അതുകൂടാതെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റൂലേ. കീ ചെയിൻസൊക്കെ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ ഒരു അടിപൊളി ഐറ്റമാണ്. ഈ ക്ലേ ആണെന്ന് പറയത്തേയില്ല. മൂവ് ചെയ്യരുത്, ജസ്റ്റ് വെയിറ്റ്. കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സോഹയുടെ മറ്റു ഐറ്റംസൊക്കെ ഒന്ന് കൊണ്ടുവരും. ക്യാമറയ്ക്ക് മുമ്പിൽ കറക്റ്റായിട്ട് കാണിക്കുക. അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാണിച്ച ഐറ്റംസൊക്കെ ഒന്നും കൂടി എല്ലാം ഇതെടുത്തോ, ഒന്നും കൂടി ഇതാ കാണിക്കാൻ പോവാണ്. ഇതൊക്കെയാണ് സോഹ ഓരോന്നിങ്ങനെ എടുത്ത് കാണിച്ചേ. കുറച്ച് താഴേക്ക്. ഇത് ഒരു ഐറ്റം. പിന്നെ ഡോള് കാണിച്ചേ. ഇത് ഐസ്ക്രീം. ഇത് ഇന്ന് ഉണ്ടാക്കിയതാണ് അല്ലേ. താഴോട്ട് വെക്കടാ. യെസ്. ആ ഡോളൊന്നും എടുത്തേ. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെയാണ് സോഹ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ പറയാം അല്ലേ. കണ്ടല്ലോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് സോഹ ചെയ്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുവറായിട്ടും കമൻ്റായിട്ട് ഇടുക. അപ്പോൾ ഇൻഷാ അല്ലാ സോഹയുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലേ സോഹ? സോഹയ്ക്ക് എന്താ പറയാനുള്ളത് പറഞ്ഞോ. സോഹയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ? സോഹയുടെ ചാനൽ യുണീക്ക് സോഹ എന്നാണ്. യുണീക്ക്_ സോഹ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് സോഹയുടെ ചാനലിൽ ഇൻഷാ അല്ലാ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതിലേക്കും ബൈ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.